ഇപ്പോൾ നമ്മൾ മെഴുക്കുവരട്ടി വെക്കാനായിട്ട് വെണ്ടയ്ക്കയും പീച്ചിങ്ങയും എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം ചെറുതായിട്ട്. ഞാൻ വെണ്ടയ്ക്കയും പീച്ചിങ്ങയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കൂടെ ഒരു വലിയ സവാളയും ഒരു പച്ചമുളകും കീറി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മെഴുക്കുവരട്ടി ഉണ്ടാക്കാനായിട്ട് ചട്ടി വെച്ചതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായ ശേഷം അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ വെണ്ടയ്ക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് അല്പനേരം ഒന്ന് തുറന്ന് വെച്ച് വേവിക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കുറച്ച് നേരം തുറന്ന് വെച്ച് വേവിച്ചതിന് ശേഷം ഇതിലെ വഴുവഴുപ്പെല്ലാം മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് അടച്ചു വെച്ച് വേവിക്കാവുന്നതാണ് കുറച്ച് നേരം. അപ്പോൾ വഴുവഴുപ്പൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി അല്പനേരം നമുക്ക് അടച്ച് വേവിക്കാം. അപ്പോൾ അടച്ച് വേവിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്കയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് ഒരു അല്പം തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, ടേസ്റ്റിയാണ്.